2020 ലോകകപ്പ് കിരീടം ചൂടിയ ടീം ഇന്ത്യയ്ക്ക് കൂറ്റൻ പാരിതോഷികം 131 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നു BCCI എന്നുള്ളതാണ്. നാളെ ദില്ലിയിൽ വിജയാഘോഷമാണ്. സഞ്ജു സാംസൺ അടക്കം എല്ലാ താരങ്ങളും പങ്കെടുക്കും. അനൂപ് ഷൺമുഖൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. അനൂപ്, ഒരു വലിയ ആഘോഷം, അതോടൊപ്പം വലിയ സമ്മാന തുകയുമാണല്ലോ 131 കോടി രൂപയുടെ സമ്മാനം. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരുന്നു ഇന്ത്യയുടെ T20 ലോകകപ്പ് വിജയം എന്നുള്ളത്. അത് ഏതർത്ഥത്തിലെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഭാവി തന്നെ തുലാസിലാകുന്ന ഒരു മത്സരമായിരുന്നു. ഒരുപക്ഷെ ഒരിക്കൽ കൂടി ഇന്ത്യ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ആ സ്റ്റേഡിയം അടച്ചുപൂട്ടണമെന്ന ആവശ്യം ക്രിക്കറ്റ് പ്രേമികളിൽ നിന്ന് ഉയർന്നിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ അഭിമാന സ്തംഭമാണ് അഹമ്മദാബാദിലെ സ്റ്റേഡിയം എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ആശിച്ച പോലെയുള്ള ആ സ്റ്റേഡിയത്തിൻ്റെ തലവര പോലും മാറ്റിമറിക്കുന്ന തരത്തിലൊരു വമ്പം വിജയം നേടി കിരീടം നിലനിർത്തിയ ഇന്ത്യൻ ടീമിന് എന്ത് നൽകണമെന്നുള്ള ആലോചനകളാണ് 131 കോടി, അതായത് 2024 ലോക കിരീടം നേടിയ രോഹിത് ശർമ്മയ്ക്ക് സംഘത്തിന് നൽകിയത് 125 കോടി രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോൾ 6 കോടി രൂപ കൂടി അധികമായി നൽകുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും അടുത്ത ദിവസം നമ്മൾ ഓരോ മത്സരങ്ങളിലും വലിയ ടൂർണമെൻറ്റുകളും ശേഷവും പ്രധാനമന്ത്രി ആ ടീമുകളെ ക്ഷണിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഒരു വിരുന്നൊരുക്കുന്നു ഇന്ത്യൻ ടീമിന് ഈ വലിയ വിജയത്തിൽ. ആ ചടങ്ങിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സഞ്ജു അടക്കമുള്ള മുഴുവൻ ടീം അംഗങ്ങളെയും അദ്ദേഹം അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. BCCIയുടെ നേതൃത്വത്തിൽ ആ പരിപാടി നടക്കും. എന്തായാലും 131 കോടി രൂപ എന്ന് പറയുന്നത് വലിയൊരു സംഖ്യ തന്നെയാണ്. 21 കോടി രൂപ മാത്രമാണ് ICCയുടെ സമ്മാന തുക എന്ന് കൂടി ആലോചിക്കുക. ലോക കിരീടം നേടിയ ഇന്ത്യക്ക് ലഭിച്ചത് 21.5 കോടി രൂപയാണ്. റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ന്യൂസിലൻഡ് ലഭിച്ചത് വെറും 10.5 കോടി രൂപയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് 131 കോടി എന്നുള്ള വലിയ സംഖ്യ ഈ ടീം അംഗങ്ങൾക്ക്, ടീമിൻ്റെ കളിക്കാർക്കും ഒപ്പം ഒഫീഷ്യൽസിനും മാനേജ്മെൻറ്റ് അംഗങ്ങൾക്കുമെല്ലാം ചേർത്തിട്ടാണ് ഈ തുക നൽകുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിൽ രാജ്യമുണ്ട്. കേന്ദ്ര സർക്കാർ അതോടുകൂടി പങ്കാളിയാകുന്നു, വലിയ തുക നൽകുന്നു. ഇനിയും കൂടുതൽ പ്രഖ്യാപനങ്ങൾ പല പ്രൈവറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നും ടീമിനുണ്ടാകുമെന്നുള്ള സൂചനകൾ നമുക്കിപ്പോൾ ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള വലിയ തുകയാണ് ഓരോ കളിക്കാരനെയും കാത്തിരിക്കുന്നത്. സ്മൃതി, ശരി, അനൂപ് ഷൺമുഖനുമാണ് വിവരങ്ങൾ നൽകിയത്.